ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിട്ടൊരു പോർട്ടബിൾ എസിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടോ. ഷോപ്പിക്ക് കൊടുന്ന് എ സി ആയിരുന്നു. അപ്പോൾ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഓണാക്കി നോക്കിയപ്പോൾ ഇതിന് PCB ഓണില്ലായിരുന്നു. എ സിൻ്റെ PCB ആയിരുന്നു കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്ത ടൈമിൽ. ഒന്നെങ്കിൽ റിപ്പയർ ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. കസ്റ്റമർ നിർബന്ധപ്രകാരം ചിലവ് ചുരുക്കി ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. വിൻഡോസിൻ്റെ തെർമോസ്റ്റാറ്റും അതുപോലെ തന്നെ നമ്മൾ PCB ഒഴിവാക്കി സ്വിച്ച് കൺട്രോളിങ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പോണത്. ഇതാണ് വിൻഡോസിൻ്റെ തെർമോസ്റ്റാറ്റ് ആയിട്ട് വരുന്നത്. PCBയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വയറിങ്ങും കാര്യങ്ങളും കുറച്ച് മുകളിലോട്ട് ലൂപ്പ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യണത്. ഒരു ഹോൾ അടിച്ചിട്ട് അതിൽ സ്വിച്ചും കാര്യം ഇറങ്ങി വയ്ക്കാം. നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് ഫസ്റ്റത്തെ സ്വിച്ച് നമ്മൾ സിങ്ങിൻ്റെ സ്വിച്ചായിട്ടാണ്. സിങ് അതുപോലെ തന്നെ രണ്ടാമത്തെ സ്വിച്ച് കംപ്രസറും ഔട്ട്ഡോർ ഫാൻ മോട്ടറിൻ്റെ സ്വിച്ചായിട്ടും, മൂന്നാമത്തെ സ്വിച്ച് വരുന്നത് ഇൻഡോർ ഫാൻ മോട്ടറിൻ്റെ സ്വിച്ചും പിന്നെ തെർമോസ്റ്റാറ്റും. ഇങ്ങനെയാണ് നമ്മൾ കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. PCB ഇല്ലാത്തതുകൊണ്ട് തന്നെ കംപ്രസറിന് ഡിലേ ടൈം ഉണ്ടാവില്ല. ഡിലേ ടൈമിൽ കറണ്ട് പോയി വരുന്ന ടൈമിൽ കംപ്രസർ പെട്ടെന്ന് ഓണാവും. അതുകൊണ്ട് ഇതിന് ആ ഒരു വിഷയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഇതിന് സ്റ്റെബിലൈസർ കണക്ഷൻ കൊടുക്കണം. അതാകുമ്പോൾ പിന്നെ കംപ്രസറിന് എപ്പോഴും ഡിലേ ടൈം എടുത്തിട്ട് മാത്രമേ സ്റ്റെബിലൈസർ ഓണായി കൊടുക്കുകയുള്ളൂ. അപ്പോൾ കംപ്രസറിന് ഒരു പ്രൊട്ടക്ഷനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്രസർ വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇൻഡോർ ഫാൻ മോട്ടറും വർക്ക് ചെയ്യും. ഇതെല്ലാം കൂടാതെ കംപ്രസർ ഓഫ് ആയ ടൈമിലും നമുക്ക് ഫാൻ മോട്ടർ മാത്രം സെപ്പറേറ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ വയറിങ് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതുപോലെയുള്ള വർക്കിന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്.